ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ ആത്മീയയാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന പ്രോഗ്രാമുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാദർ തോമസ് മാത്യു കൊറ്റമ്പള്ളി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിൽ കൊറ്റമ്പള്ളി മാർ ഏലിയ ഓർത്തഡോക്സ് ഇടവകയാണ് എൻ്റെ മാതൃ ഇടവക. ചരിത്രമുറങ്ങുന്ന കട്ടച്ചിറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ഇടവകയുടെ സഹവികാരിയായിട്ടാണ് ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. പാട്ടുകൾ നമ്മുടെ ഹൃദയത്തെ എന്നും സാന്ത്വനത്തിൻ്റെ വഴിയിലൂടെ നടത്തുന്നവയാണെന്നല്ലോ. നമ്മുടെ പൂർവികരൊക്കെ അവരുടെ പഴയ ജീവിതകാലത്തൊക്കെ തളർന്നു പോകുന്ന നിമിഷങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ പാട്ടുകൾ പാടുമ്പോൾ അത് കണ്ണുനീരോടുകൂടിയുള്ള അർത്ഥനയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തളർന്നു പോകുന്ന വീതിയിലും തളർന്നു പോകുന്ന അവസ്ഥകളിലുമൊക്കെ താങ്ങി നടത്തുമ്പോൾ ഉള്ളം നിറഞ്ഞ് മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ച പ്രാർത്ഥന ഗാനങ്ങളാണ് പഴയ ഗാനങ്ങളൊക്കെ. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും പഴമയുടെ നന്മയേറിയ ഗാനങ്ങളൊക്കെ നമ്മൾ ആലപിക്കുന്നു. മനസ്സിൽ നിന്ന് മായാതെ പഴമക്കാർ പാടിപ്പഠിപ്പിച്ച ആ പാട്ടിൻ്റെ ഈരടികളൊക്കെ ഇന്നും നമ്മൾ മറക്കാതെ പാടുന്നു. എൻ്റെ ജീവിതത്തിലും എൻ്റെ പഴമക്കാർ എന്നെ പാടിപ്പഠിപ്പിച്ച, അവർ എനിക്ക് ചൊല്ലിത്തന്ന അനേകം പാട്ടുകൾ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് നല്ല ആത്മീയ ഗാനങ്ങളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ ആത്മീയയാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഈ പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ പഴമക്കാർ പാടിപ്പഠിപ്പിച്ച ആ പാട്ടിൻ്റെ ഈരടികൾ ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തിലും ഓർക്കുവാൻ, ഈ പാട്ടിൽ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങൾക്ക് സാന്ത്വനമേകിയതും നിങ്ങളുടെ മനസ്സിനെ തട്ടി ഉണർത്തിയതും, ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ തഴുകിപ്പോയ പാട്ടുകളുമാകാം. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നമുക്കൊന്നു ചേർന്ന് മുന്നോട്ട് പോകാം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ.
പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. അന്ധകാരമാമീ ലോകയാത്രയിൽ എന്തുവായിരുന്നു വഴി കാട്ടിടേണമേ. അന്ധകാരമാമീ ലോകയാത്രയിൽ എന്തുവായിരുന്നു വഴി കാട്ടിടേണമേ. നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കേണമേ. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കേണമേ. നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകയും. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാൻ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകയും. നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, നൊമ്പരങ്ങൾ വരുമ്പോൾ, ഇതൊക്കെ ആര് ഒപ്പിയെടുക്കും എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ചില പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ പലരും അകറ്റി നിർത്തും. അവിടെയൊക്കെ നൊമ്പരങ്ങൾ മാറ്റി നെഞ്ചോട് ചേർക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ എനിക്ക് സ്വന്തമായി ഒന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ, എല്ലാം സ്വന്തമായുള്ളവനും എല്ലാറ്റിനും ഉടയവനായ ഒരു തമ്പുരാൻ
എന്നോടൊപ്പമുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുവാൻ തക്കോണം കഴിയണം. നമ്മളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിലൊക്കെ തട്ടിയ ഏറെ സാന്ത്വനത്തിൻ്റെ ഒരു പാട്ടാണല്ലോ കണ്ണീര് വീണാലും ഒപ്പിയെടുത്തു. എൻ്റെ ജീവിതത്തിലും എന്നെ ഏറെ മനസ്സിൽ തട്ടി ആകർഷിച്ച ഒരു പാട്ടാണ്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അത് അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരു യേശുവുണ്ട്. ഞാൻ അടുത്തതായി ആലപിക്കുന്നത് കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട് എന്ന പാട്ടാണ്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. നിന്നെ നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായി ഒന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ. സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്.
കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കാണുന്നോരേശുവൻ കൂടെയുണ്ട്. എന്നെ കാണുന്നോരേശുവൻ കൂടെയുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. നെഞ്ച് തകർന്ന, ഉള്ളം തകർന്ന, ഉള്ളം തൊന്ന് നമ്മുടെ പൂർവികർ പാടിയ ഒരു പാട്ടാണ് പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ്റെ യാചന നൽകണമേ. ഇന്നും നമ്മളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഒക്കെ വരുമ്പോൾ ഈ പാട്ട് പാടാത്തവരായി ആരുമുണ്ടാകില്ല. ഈ പാട്ടിൻ്റെ ഈരടികൾ മറക്കുന്നവരായി ആരുമുണ്ടാവില്ല. ജീവിതത്തിൻ്റെ യാത്രയിൽ നൊമ്പരപ്പാടിൻ്റെ നെരുപ്പോടിനുള്ളിലൊക്കെ കടന്നു പോകുമ്പോൾ ആ നെരുപ്പോടിനുള്ളിൽ പുകയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയൊക്കെ കണ്ണു നിറഞ്ഞ് നമുക്കും പാടുവാൻ സാധിക്കുമല്ലോ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. അടുത്തതായി ഞാൻ ആലപിക്കുന്നത് ആ ഗാനമാണ്. എൻ്റെ ജീവിതത്തിലും ഏറെ സ്വാധീനിച്ച ഒരു പാട്ടാണ് ഈ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. ആ ഗാനം ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങൾക്കായി, എനിക്കായി ആലപിക്കുക. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ
കർത്താവേ എൻ യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ സിന്ധു സമം കനിഞ്ഞ സംപ്രീതിയോ തന്തികെ ചേർന്നിരുന്നേ, സംപ്രീതിയോ തന്തികെ ചേർന്നിരുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണല്ലോ കണ്ണുനീര് വരരുത്, പ്രയാസങ്ങൾ വരരുത്, നൊമ്പരങ്ങൾ വരരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ ഭാരം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ഒക്കെ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഗതിയുണ്ട്. ഈ ലോകം ശാശ്വതമല്ല, ഈ ലോകത്തിൽ നിന്ന് ഒരിക്കൽ ഞാൻ പോകേണ്ടതാണ് എന്നുള്ള ചിന്ത. കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ? നിന്ദകൾ മാറി നല്ല ദിനം എന്ന് വരുമോ?
എൻ്റെ ജീവിതത്തിലേറെ എന്നെ ആകർഷിച്ച ഒരു പാട്ടാണ്. നിന്ദകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, തമ്പുരാനെ, ഈ ലോകത്തിൽ നിന്ന് ഈ നിന്ദകളൊക്കെ, പ്രയാസങ്ങളൊക്കെ എന്ന് മാറും എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ പാട്ടിൻ്റെ ഇരടികൾ ഓർക്കാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളും ഓർക്കാറുണ്ടാകാം. ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ആലപിക്കുന്നത് കണ്ണുനീർ മാറി വേദനകൾ എന്ന് മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്ന് കാണുമോ എന്നുള്ള ഗാനമാണ്. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. പ്രയാസം ഏറിടുമ്പോ നിന്റെ പൊന്മുഖം തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ, തേടി സഹായം നേടുമേ ഞാൻ പൊന്നുനാഥനേ, കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ, നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. ശാശ്വതമാമൻ പാർപ്പിടമോ അല്ലി ഭൂമിയിൽ, ഓതലെ ഞാനോ രണ്യനല്ലോ യാത്ര ചെയ്യുവാൻ, ഓതലെ ഞാനോ രണ്യനല്ലോ യാത്ര ചെയ്യുവാൻ, കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ, നിന്ദകൾ മാറി നല്ല
നിന്ദകൾ മാറി നല്ല ദിനം എന്നു കാണുമോ. പ്രേമിൻ്റെ അനുതാപത്തിൻ്റെ കീർത്തനങ്ങളൊക്കെ നമ്മളെ ദൈവികമാവുന്ന ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നവയാണല്ലോ. ഈ കീർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവം കാത്തുപരിപാലിച്ച വലിയ അവസ്ഥകളെയൊക്കെ ഓർത്ത് അവർ ദൈവത്തിനു വേണ്ടി എഴുതി കുറിച്ച പ്രാർത്ഥനകളാണല്ലോ പ്രേമിൻ്റെ ഈ കീർത്തനങ്ങളൊക്കെ. ഞാൻ ഈ പ്രോഗ്രാമിലൂടെ പ്രേമിൻ്റെ അനുതാപത്തിൻ്റെ കീർത്തനമായ എന്നുടയോനെ നീ എന്നെ കൺമണി പോലെ കാക്കണമേ എന്ന കീർത്തനം ഇവിടെ ആലപിക്കുന്നു. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ. നെഞ്ചിറകാലെ മറച്ചുപരീക്ഷയിൽ നിന്നെ കാക്കണമേ. ഒളിവായി നോക്കി ദാതന്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ. എന്നതരങ്ങൾ എന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാൻ ഉള്ള വിചാരമുദിക്കരുതേ. കർത്താവേ നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ സൗരഭ്യത്താൽ നിന്നെ നീ കിംബപ്പെടുത്ത ഇടവരണേ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ. എന്നെ നിനക്കു സുഗന്ധവതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക.
എന്നാഥാനിൻ തിരുമുൻപിൽ ആത്മശരീരമനസ്സുകളെ ശോഭകലർന്ന വിളക്കുകളാൽ ഞാൻ കത്തിപ്പാറാകണമേ. നമ്മുടെ സഭയുടെ ആരാധനാഗാനങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതും ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഏറെ നമ്മളെ ശ്രദ്ധ ചെലുത്തുന്നതും ആകർഷിക്കുന്നതുമായ ഘടകങ്ങളാണല്ലോ. പിതാക്കന്മാർ ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ആരാധനയോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ അതിലറിഞ്ഞ് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ തിരുമുൽ കാഴ്ചകളായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ഞാനിവിടെ ആലപിക്കുന്നത് പ്രഭാത നമസ്കാരത്തിൽ, പ്രത്യേകിച്ച് സ്ലീബായുടെ നമസ്കാരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന കൃപ ചെയ്യണമേ നാഥാ കൃപ ചെയ്യണമേ എന്നുള്ള ഗാനമാണ്. കൃപ ചെയ്യണമേ നാഥാ കൃപ ചെയ്യണമേ ദേവാദീശ നാഥാ തിരുമുൻപിൽ ഞങ്ങളണച്ചോരി പരിമളധൂപ താൽ പാപം നീക്കണമേ പിഴ പോക്കണമേ സ്ലീബായാളുടെ ക്ഷീച്ചവനാ ജീവസദാ കരുണ ദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. സീനായ് ഗിരി നിൻ സവിതേ വിറപൂണ്ടു നാദാ ദേവേശ ഗിരിവാരിധിധരന നിന്നെ കന്യകയാ മറിയാമേന്തി വീഴ്ചപ്പെടാതവൾ ഗർഭിണിയാ വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ.
ദൂതൻ നീ പേറും രാജേശ്വരനെ പ്രസവിച്ചിടും വീഴ്ച വീണ സൃഷ്ടികൾ തൻ പ്രഭയാ ദേവിയെ വാഴ്വെഴുമമ്മേ കന്യകയാൽ പ്രസവിച്ചോ നീ സൗഭാഗ്യവതി. ഉന്നതരാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിക ഭക്തന്മാർ രർഹിക്കും മഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും. സഹദേരോതുന്നു സുപ്രിയ ശുദ്ധസുതൻ സ്വകരാജേ ഞങ്ങൾ കേകീടും മൂടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും ഇരുതീവാൾമാർ ദീതർ ഞങ്ങൾ ആശ്വാസം മശിഹ ഇഷ്ടർ കരുളിയതാം പറുദീസയിലേതും. മന്നവനേ മശിഹ സതതം തവ കരുണ വാതിൽ മുട്ടുന്നേ ധനികാ നിന്നീതി നിലയത്തിൻ ഏകണമേ കൃപയും വാഴ്വും നീ എൻ ഗതിദോണ ചെയ്യുക നിൻ സാക്ഷിയലജ്ജിതന കരുതേ ശരണവുമൻ ആശ്രയവും നീ.
നമ്മുടെ കൂദാശകളുടെ ഗാനങ്ങളൊക്കെ ഏറെ ഇമ്പകരവും ഏറെ അർത്ഥവത്തായും പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് സംസ്കാരത്തിൻ്റെ ഒക്കെ പാട്ടുകൾ ഏറെ നമ്മളെ ചിന്തിപ്പിക്കുന്നവയാണ്. നാദാമൃതിയാമി ദാസിക്കേകണം ആശ്വാസം എന്നുള്ള പാട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിൽ ആലപിക്കുന്നത്. ഗണമാശ്വാസം പോവുക സഹജാതേ ഉപവാസം നിരസിച്ചോളേ ആരാജകുമാരൻ പാർപ്പിക്കും മണിയറ് തന്നിൽ നീവിട്ടാരെയും സുതരെയും പെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ സ്നേഹ ഭീകരമാ കടവതിലാർന്നു പാഴിരുളിൻ സേന നിവകത്തെ പായിക്കട്ടെ സ്ലീബാ താക്കോല പറുദീസിൻ വാതിലിലേറി ആനന്ദ താൾ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ.
ഗണമാശ്വാസം സഗജാതി ഭൂവാസം നിരസിച്ചോളേ രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ നീവിട്ടാരെയും സുതരെയും പെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. നമ്മുടെ വിശുദ്ധമാകുന്ന ആരാധനയിൽ പുരോഹിതൻ മുട്ടുകുത്തി നിന്ന സകലരെയും ത്രോണോസിൽ ഓർക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഏറെ അനുതാപത്തോടെ ആലപിക്കുന്ന ഒരു പാട്ടാണല്ലോ യാചിക്കേണ്ട സമയമിത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അതിൻ്റെ സുറിയാനി ഗാനം. ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ ആ ഗാനം ഇവിടെ ആലപിക്കുന്നു. Saluso oye donod chubukono oye dono taganando odoito സോദരമേ dono mi soli kohanol darugod Elohim vamkare budil korbono
Ogidono Babhiba Damalera Gamin Wagunono Oyedono Benedel Loma Bohobo Shariro Moranesa Amila Morango Sora Hemila Morananin Ragamimila Lukusubahoa Lain Ragami വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ ആത്മീയയാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന പ്രോഗ്രാം ഇവിടെ പര്യവസാനിക്കുകയാണ്. ഇങ്ങനെ ഒരവസരം തന്ന വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എന്നോടൊപ്പം കീബോർഡ് വായിച്ച് ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം ചേർന്ന് നിന്നത് ബഹുമാനപ്പെട്ട ജോസഫ് ചാനാണ്. ജോസഫ് ചാൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പാട് എന്ന ദേശത്താണ്. ബഹുമാനപ്പെട്ട ജോസഫ് ചാനോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഇതിൻ്റെ എല്ലാ പ്രോഗ്രാമിൻ്റെ എല്ലാ ചുമതലക്കാരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.